പെരുമ്പാവൂർ തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഷയം മുൻനിർത്തി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ സഹകരണത്തോടെയായിരുന്നു വർക്ക്ഷോപ്പ്. NDRF ടീം കമാൻഡർ ഇൻസ്പെക്ടർ അരുൺകുമാർ ചൗഹാൻ വിദ്യാർത്ഥികളോട് സംവദിച്ചു. ദുരിതം വിതയ്ക്കുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും ആപത്ഘട്ടങ്ങളെ തരണം ചെയ്യാനും വരും തലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമ്പാവൂർ തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു വർക്ക്ഷോപ്പ്. അത് ബെൻഡ് ആവലും അത് വളരാനും പാടില്ല. പ്രോപ്പർ സ്ട്രേറ്റ് കൊടുക്കണം. 30 വട്ടം കൊടുക്കണം, 2 വട്ടം ബ്രീത്ത് കൊടുക്കണം. എത്ര? 30 വട്ടം കൊടുത്തിട്ട് 2 വട്ടം ബ്രീത്ത് കൊടുക്കണം. അങ്ങനെ ഒരു സർക്കിൾ ചെയ്യുന്നത് വെച്ചാൽ 100 to 120 ആണ് ഒരു സർക്കിൾ. അതിനകത്ത് നമ്മൾ 5 വട്ടം കൊടുക്കണം. ആ സൈഡ്, നമ്മുടെ സൈഡിലുള്ള പൾസ് ആബ്സെന്റ്. സ്റ്റാർട്ട് CPR. ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യണം. എങ്ങനെ ഇവിടെ വന്നാ നമ്മുടെ സ്റ്റെർണം തീരുന്നത് ഈ നിപ്പിൾ ടു നിപ്പിളിന്റെ സെന്റർ ഭാഗത്തെല്ലാം കൊടുക്കാം. മാസ്റ്റർ ആൻഡ് ഈ ഒരു ഭാഗം മാത്രമേ വരാം കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അവിടെ 2 വിരൽ വെച്ചിട്ട് അത് മറ്റേ മാസ്റ്റർ ആൻഡ് അപ്ലൈ ചെയ്യും. ഇവിടെ ഈ കൈ ഇപ്പുറത്ത് എന്നിട്ട് അതിന്റെ മേളിൽ മറ്റേ ലോക്കാണ്. ഇത് ബെൻഡ് ആവരുത്. അപ്പോൾ ആ സമയത്ത് ഇത് ബെൻഡ് ആവരുത്. സ്ട്രേറ്റ് ആയിട്ട് ഇത് സ്ട്രേറ്റ് ആയിട്ട് അങ്ങോട്ട് നീ ഇവിടെ കൊണ്ട് പുഷ് കൊടുക്കണം. പുഷ് ചെയ്യും. 3 0 6 നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്യണം കേട്ടോ. നമ്മള് ബ്രീത്ത് കൊടുക്കാൻ നേരത്ത് നമ്മുടെ മൂക്ക് അടച്ചു പിടിക്കാം കേട്ടോ. മൂക്ക് ഓപ്പൺ ചെയ്തായിരിക്കും കൊടുക്കലും. മൂക്ക് അടച്ചു പിടിച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. മൗത്തിട്ട് മൗത്ത് കൊടുക്കുമ്പോൾ അയാൾ പോയിസിങ് കഴിച്ച ആളായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഡിസീസ് ഉള്ള ആളായിരിക്കും. നമുക്കത് പവരും. അതുകൊണ്ട് എന്തെങ്കിലും ബാരിയർ വെച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. വീണ്ടും നമ്മുടെ ഹാർട്ട് പഴയ ലൊക്കേറ്റ് എടുത്തിട്ട് കൈ പോകണം. സമയം കാണല്ലേ, ഗോൾഡൻ ടൈം ഉണ്ട്. ഒരു 6 മിനിറ്റ്. ക്ലിനിക്കൽ ഡെത്തിൽ നിന്ന് ബയോളജിക്കൽ ഡെത്തിലോട്ട് ഒരു 6 മിനിറ്റ് ഉണ്ട്. ബയോളജിക്കൽ ഡെത്തിൽ വന്നു കഴിഞ്ഞാൽ ജീവിപ്പിക്കാൻ പറ്റത്തില്ല. 6 മിനിറ്റ് നമ്മൾ ഇത്രയും പ്രൊസീജിയർ ചെയ്യേണ്ടത്. ഇത്രയും പെട്ടെന്ന്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രാഹുൽ കെ ദാസ് ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കെ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ മാളു സുരേന്ദ്രൻ, അൻസി TV, വിദ്യാർത്ഥി പ്രതിനിധി ഫിൽദ ബഷീർ എന്നിവർ സംസാരിച്ചു. കൊമേഴ്സ് അസോസിയേഷൻ ഒയാസിസ്, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രയാണ എന്നിവയുടെ സഹകരണത്തോടെ ഒരുക്കിയ വർക്ക്ഷോപ്പിൽ NDRF ടീം കമാൻഡർ ഇൻസ്പെക്ടർ അരുൺകുമാർ ചൗഹാൻ വിദ്യാർത്ഥികളോട് സംവദിച്ചു. 50-year-old. And what happened? In that scenario, every people was there. Many passengers, public, local public, they start clicking the videos, picture by using the mobile, because this is now, in this era, this is very easy thing. Take mobile and start picking the pictures. But one Indigo Airlines air hostess, are you ready? Are you able to give the CPR? Girls, you are not replying. Don't have confidence. Okay. വ്യാഴാഴ്ച രാവിലെ കോളേജ് സെമിനാർ ഹാളിലായിരുന്നു പ്രോഗ്രാം. ഇൻസ്ട്രക്ടർമാരായ അഖിൽ കെ, പ്രവിത് PT, ഹരികുമാർ J, സരിത B, വർഷ CV എന്നിവർ ഒപ്പം ചേർന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അപകടകരമായ സാഹചര്യങ്ങളിലെ സുരക്ഷാ നടപടികൾ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. She is asking the response, checking the response. Hey, are you okay? Hey Ravi, are you okay? You can take the name if you know. If you are familiar with the victim, you can take the name. Are you okay? What happened? If no response, then further activities. Itna time? Yes. Ekdam exact. Yes. Lock the elbow. Lock the elbow. Good. How to apply CPR? But where? Come where? When you give the CPR? In which case? Oh, I'm asking him. I'm asking to anybody. When I'm asking, my question is that when you will give the CPR? Only one. വെള്ളത്തിൽ താക്കാൻ ശ്രമിക്കും അല്ലേ? ശ്രമിക്കില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ശരി, ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇതേ രീതിയിൽ താഴ്ത്തും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആളിനെ ശ്രദ്ധിച്ച് തന്നെ വേണം വരാൻ. ഒരിക്കലും ഈ ആളുടെ ശ്രദ്ധ നമ്മൾ മാറ്റരുത്. നേരെ വരുന്നു, കുറച്ച് ഡിസ്റ്റൻസിൽ
മുമ്പിലായിട്ട് മുങ്ങുന്നു, വെള്ളത്തിൽ മുങ്ങുന്നു, അണ്ടർ വാട്ടർ ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ മുങ്ങിത്താഴുന്ന ആളുടെ പുറകിൽ വരുന്നു. അതിനുശേഷം ഇടുപ്പിൽ പിടിച്ച് മുകളിലോട്ട് ഉയർത്തുന്നു. ഉയർത്തിയിട്ട് എന്ത് പറയണം, എന്താ പറയേണ്ടി? നിങ്ങൾക്ക് ആദ്യം മൂലം ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്, മോറൽ സപ്പോർട്ട് പറയുന്നില്ലേ? പരിക്ക് പറ്റിയ ഒരാളിന് നമ്മൾ എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കണം, വേണ്ടേ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നതാണോ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, രക്ഷപ്പെടുത്താനുള്ള കാര്യം പറയുക. പറഞ്ഞതിന് ശേഷം ഒരു മെതേഡുണ്ട്, ചിൻഡോ. എന്താണ് ചിൻഡോ. നമ്മുടെ ഈ രണ്ട് മാസ്റ്റർ ഹാൻഡ്, ഈ രണ്ട് വിരലും പിന്നെ ഈ വലിയ വിരലും ഉപയോഗിച്ചിട്ട് താടിയിൽ വെക്കുന്നു. വെച്ചതിന് ശേഷം ചെവിക്ക് താഴെയായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നു. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ. ഇതേ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒരു കൈയും രണ്ട് കാലുകളും ഉപയോഗിച്ച് പുറകോട്ട് നീന്തി കരയ്ക്കോട്ട് അടുപ്പിക്കാൻ പറ്റും. ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സെന്റ് മേരീസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ 2010 ആരംഭിച്ച കലാലയമാണ് തുരുത്തുപ്പള്ളി സെന്റ് മേരീസ് കോളേജ്. ഈ കോളേജിൽ BCom, BSW, BSc CS, BCA, BBA, MCom, MSW എന്നീ കോഴ്സുകളിലായി 300ഓളം കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. I would like to express our sincere gratitude to the NDRF team for conducting this valuable disaster management awareness session. Your informative talk and live demonstration made the session more interesting, practical and easy to understand. We have learned many important safety measures and emergency response techniques that will stay with us for life. So I would like to extend my heartfelt thanks to our teachers and our management for everyone who helped to organize this program. And thank you to all the students for your active participation. Thank you so much. അക്കാദമിക മികവും ആധുനിക സൗകര്യങ്ങളും വിദഗ്ധരായ അധ്യാപകരും ശാന്തമായ ക്യാമ്പസും തുരുത്തുപ്പള്ളി സെന്റ് മേരീസ് കോളേജിനെ മികച്ച കലാലയമാക്കുന്നു. നമ്മൾ പറയും ഇറങ്ങാൻ പാടില്ല എന്ന് പറയും. അവർ പോകുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങും, അല്ലേ? ഇറങ്ങില്ലേ? ഇറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാത്ത ജലാശയങ്ങളിൽ അല്ലെങ്കിൽ പുഴകളിലോ നദികളിലോ ഒന്നും പോയിട്ട്, കുളങ്ങളിലോ ഒന്നും പോയി ഇറങ്ങരുത്. അങ്ങനെ ഒരു അപകടം സ്വയം വിളിച്ചു വരുത്തരുത്, കേട്ടോ? നിങ്ങൾ ചെയ്യും അങ്ങനെ. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ രണ്ട് കാര്യമാണ് പറയുന്നത്. 2018 ഏറ്റവും വലുത്, അതിനുശേഷം 21 അല്ലേ? ആ സമയത്തൊക്കെ നിങ്ങളുടെ വീടുകളിൽ വെള്ളം കയറിയിരുന്നോ? ആരുടെയെങ്കിലും 18 കയറി അല്ലേ? ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി വരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ശരി, അതിന് മുമ്പ് സർക്കാർ നമുക്ക് കുറച്ച് അലേർട്ടുകളും കാര്യങ്ങളൊക്കെ തരാറുണ്ടോ? ഉണ്ടോ? എന്താണ്? ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.